So, today we are going to discuss the quantum mechanical explanation for normal Zeeman effect. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സീമൻ എഫക്റ്റ് ഡിസ്കസ് ചെയ്ത് അത് കഴിഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് അത് ഉണ്ടാകുന്നത് ലാർമർ പ്രൊസിഷൻ വഴി പറഞ്ഞു. നൗ ദ ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പ്ലനേഷൻ. The quantum mechanical explanation of the normal Zeeman effect. Zeeman effect. Actually, it is explained by the scientist Debye. He explained the normal Zeeman effect without taking the concept of electron spin. It means he only consider the orbital motion. He does not mention or without taking the concept of spin of the electron. So we know that the value of magnetic moment, orbital magnetic moment, mu L ന്റെ value എത്രയാണ്? Mu L is equal to, നേരത്തെ ചെയ്തൊന്ന് മറിച്ച് നോക്കാവോ? E by 2m into PL. E by 2m into orbital momentum PL. So PL എന്ന് പറയുന്നത് LH cut, PS ആയിരുന്നപ്പം SH cut ആയിരുന്നു. Then that is equal to E by 2m into LH cut. That is equal to E by 2m into L into H by 2 pi. That is equal to ഇതിനെ മൊത്തത്തിൽ ഞാൻ ക്യാപിറ്റൽ എൽ എന്ന് കൊടുക്കുകയാണ്. സോ മ്യൂ എൽ ഈക്വൽ ടു ഇ ബൈ 2m into capital L. So the equation number 1 or mu L, the expression for mu L is equal to E by 2m into capital L, where capital L is the value LH cut. ശരിയല്ലേ? LH cut or LH by 2 pi or PL നെ capital L എന്ന് എഴുതി. So this is the expression for orbital magnetic moment, only the value of orbital magnetic moment, because we does not mention mu s. സ്പിന്ന് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് mu L ന്റെ മാത്രം വാല്യൂ ആണ്. സോ mu L is equal to E by 2m into L. Now, in the presence of magnetic field, the orbital motion persists around the direction of magnetic field. നമ്മൾ ഇന്നലെ പറഞ്ഞു, in the presence of magnetic field, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നമ്മുടെ ഇലക്ട്രോണിന്റെ സ്പിൻ പ്രസസ് ചെയ്യും, അല്ലെങ്കിൽ ഓർബിറ്റൽ മോഷന് അതിന് ചുറ്റും പ്രസസ് ചെയ്യും, അതിനെ ചുറ്റും ഓർബിറ്റൽ മോഷൻ. സോ in the presence of magnetic field, the orbital motion presses around the direction of the magnetic field with angular velocity or Larmor precision velocity omega is equal to B by 2. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടതാണ്. സോ ഇപ്പൊ നോക്കിക്കേ,
ഇവിടെ ഒരു അഡീഷണൽ ആംഗുലാർ വെലോസിറ്റി ഉണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് മൊമെന്റത്തിന് എന്ത് വ്യത്യാസം വരും, അല്ലെങ്കിൽ ഈ എനർജിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാകും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നുവെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ആണ് സീമൻ എഫക്റ്റ് ഉണ്ടാകുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു, ഒരു അഡീഷണൽ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി ഒമേഗ around the direction of the magnetic field is obtained. So due to this Larmor precision, the additional energy obtained to this electron. So the additional energy, പുതിയതായിട്ട് ഇതിന് ചുറ്റും ഉള്ള ആംഗുലാർ വെലോസിറ്റിയോടെ ചേരുമ്പോൾ ഉള്ള ടോട്ടൽ എനർജി, ദ അഡീഷണൽ എനർജി obtained to the electron, obtained to the electron, delta E is equal to mu L dot B na, delta E equation. The dot product out of mu L dot B, or that is equal to mu L B cos theta. That is equal to mu L ന്റെ വാല്യൂ ഇവിടെ ഉണ്ട്, mu L equal to E by 2m into അല്ലെ ഈ വാല്യൂ കൊടുക്കാം. ഈക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E by 2m L H by 2 pi into B cos theta. സോ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. B by 2m, because ഒമേഗയുടെ ടേം കൊണ്ടുവരാം, B by 2m H by 2 pi into L cos theta. എല്ലാ ടേമും ആയില്ലേ? B E വന്നു, B വന്നു, L H L cos theta. Okay, 2. Here this value, ഇത് എത്രയാണ് നമ്മൾ മുമ്പ് എഴുതിയത്? This is a value for omega. And what is meant by L cos theta? നമ്മൾ ഇന്നലെ ഈ ഫിഗർ വരച്ചു കഴിഞ്ഞപ്പം പറഞ്ഞായിരുന്നു, ഹിയർ ദിസ് ഈസ് എ വാല്യൂ ഓഫ് L അല്ലേ? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ വാല്യൂ ഇതായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഒരു പ്രൊജക്ഷൻ ഒരു 90 ഡിഗ്രി ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ, തീറ്റ ഇങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജോയിൻ ചെയ്യുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് ML. സോ ML ഈസ് ഈക്വൽ ടു L cos തീറ്റ ഓർ പ്രൊജക്ഷൻ ഓഫ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. എല്ലിന്റെ പ്രൊജക്ഷൻ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, അത് ജോയിൻ ചെയ്യുമ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ML. സോ L cos theta is equal to ML. So we can write it as delta E is equal to BA by 2m equal to omega into H hat into ML. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഡെൽറ്റ E is equal to ML ഒമേഗ H. പ്രത്യേകിച്ചൊന്നുമില്ല, റീഅറേഞ്ച് ചെയ്തിരുന്ന ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോമിൽ ഞാൻ ഡിറൈവ് ചെയ്ത് വന്നതിനകത്ത് വ്യത്യാസമില്ലെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങ് എഴുതുന്നുള്ളൂ. സോ ഡെൽറ്റ E is equal to ML ഒമേഗ H. നമ്മൾ പറഞ്ഞു, if we have a value for L, ഒരു എല്ലിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ we can find out the corresponding ML value അല്ലേ? ഒരു എല്ല് തന്നു കഴിഞ്ഞാൽ നമുക്ക് ML കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ നമ്മളുടെ പ്രീവിയസ് ഇതിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പ് ഇട്ടേ. നമ്മളുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ് ക്വാണ്ടം നമ്പറിന്റെ കേസിൽ. ക്വാണ്ടം നമ്പറിന്റെ കേസിൽ ഇഫ് L ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എല്ലിന്റെ വാല്യൂ നമുക്ക് കിട്ടി ഗിവൺ തന്നു കഴിഞ്ഞാൽ, ഇഫ് യു നോ
L value ML in എത്ര value കാണും? ML has the value from minus L to plus L. That means total 2L plus 1 values. നോക്കിക്കോണം. അപ്പൊ സീമൻ എഫക്റ്റ് മൂലം സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് വരയ്ക്കാൻ പോകണം. When we apply an external magnetic field, എന്നാ പറ്റും? ഇപ്പൊ എല്ലായിരുന്നു നമ്മളുടെ വാല്യൂ എങ്കിൽ when we apply an external magnetic field, the cell is split into 2L plus 1 values. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. If L is equal to 2, L 2 ആണെന്നിരിക്കട്ടെ, എന്നാൽ ML ന് ഏത് വാല്യൂ മുതൽ ഏത് വാല്യൂ വരെയും പോസിബിൾ ആണ്? ആഷ്ന, ML ഈക്വൽ ടു ആഷ്ന, ML ന് ഏത് വാല്യൂ വരെയും പറ്റും? -2 to +2 വരെയും വരും. മൊത്തം എത്ര വാല്യൂ പറ്റും? അപ്പം 2 into 2 plus 1 എത്രയായി? 5 വാല്യൂസ് അല്ലേ? ഏതൊക്കെ പറ്റും? -2, -1, 0, 1, 2, 1, 2, 3, 4, 5. ക്ലിയർ അല്ലേ? ഒരു എല്ലിന്റെ കേസ് കിട്ടി. L2 ആണെ അത് ഏത് ഓർബിറ്റ് ആയിരിക്കും? അതോടെ പറയാവോ? L2 ആണെങ്കിൽ അത് ഏത് സ്റ്റേറ്റ് ആണ്? SPDF-ല്. സോ ഇറ്റ് ഈസ് ദ ഇലക്ട്രോൺ ഇൻ D സ്റ്റേറ്റ്. അത് ഞാൻ പറഞ്ഞു മുമ്പേ. ML-ന്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ ഇനി എളുപ്പമാണ്. കൺസിഡർ L. ഇതിപ്പോ നമുക്ക് വരയ്ക്കാൻ വേണ്ടി LD എന്ന താഴത്തെ ഒരു ലെവലിലേക്ക് L1 എടുക്കും. കൺസിഡർ if L is equal to 1. If L is equal to 1, അത് ഏത് സ്റ്റേറ്റ് ആയിരിക്കും? ഉണ്ണിമായ L1 ആണെങ്കിൽ യെസ് P ആയിരിക്കും അല്ലേ? P സ്റ്റേറ്റ് ആയിരിക്കും. അതുപോലെ ML-ന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 മുതൽ +1 വരെ ആയിരിക്കും. That is equal to -1, 0, 1. That means ML equal to 2L plus 1, 2 into 1 plus 1. That is equal to 3 states are possible. അപ്പൊ നോക്കിയേ, ഒരു D സ്റ്റേറ്റും ഒരു P സ്റ്റേറ്റും എടുക്കുവാണെങ്കിൽ D സ്റ്റേറ്റില് 5 എനർജി സ്പ്ലിറ്റിംഗ് ലെവൽ കാണും. അപ്പൊ ഇവിടെ മോളിൽ D ഇവിടെ Pയും വരച്ച Dക്കകത്ത് ഇവിടെ 5 ലൈൻസും ഉണ്ടാകും. P സ്റ്റേറ്റിൽ 3 ലൈൻസും ഉണ്ടാകും. അത്രയും മനസ്സിലായില്ലേ ആഷ്ന? ക്ലിയർ അല്ലേ ഇത്? സോ ഇനി നമുക്ക് എനർജി ലെവലിന്റെ സ്പ്ലിറ്റിംഗ് പറയാം. ദിസ് ഈസ് ദ P state. L is equal to 1 for P state. Here L is equal to 2, that for D state. This is the only one energy level is present here in the absence of magnetic field. That means there is no Siemens splitting. Now consider in the presence of magnetic field, this D level is split into 5 sub-levels. That is from -2 to +2. So -2, -1, 0, 1, 2. These all levels are corresponding to D state. And here it is corresponding to 0, -1,
-1 to +1, -1, 0, +1 corresponding to the P state. ഇനി നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ സീമൻ സ്പ്ലിറ്റിങ്ങിൽ പറഞ്ഞായിരുന്നു, സെൻട്രൽ ഒരു ലൈൻ, അതിൻ്റെ അപ്പുറേ പ്ലസ് ഡെൽറ്റ ലാംഡയും മൈനസ് ഡെൽറ്റ ലാംഡയും വ്യത്യാസം. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി എടുക്കുകയാണെന്ന് വെക്കുക. അപ്പം ആദ്യം ഒരു സെൻട്രൽ ലെവൽ നമുക്ക് കിട്ടും, µ0 ലെവൽ. ദാറ്റ് മീൻസ് ഇവിടെ 0 ആണെങ്കിൽ അവിടുന്ന് 0യിലോട്ട് തന്നെ. ഇറ്റ് മീൻസ് ദെയർ ഇസ് നോ ചേഞ്ച്. ആക്ച്വലി അവിടെ വ്യത്യാസങ്ങളൊന്നും വേറെ ഇല്ല. ഒരു ലെവലിൽ നിന്ന് ഡിയുടെ 0യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇപ്പൊ താഴെ നിന്ന് എനർജി സ്വീകരിച്ചാണ് മോളിൽ പോകുന്നത്. അത് തിരിച്ചു പോരുമ്പോഴാണ് സ്പെക്ട്രം തരുന്നത്. അപ്പൊ 0യിൽ നിന്ന് 0യിലേക്ക് such transitions that represents the µ0 transition. So 0 to 0, -1 to -1, and +1 to +1. ചേട്ടൻ മാറ്റി വരയ്ക്കുവാണെങ്കിൽ നന്നായി കിട്ടിയേനെ. അപ്പം these are the corresponding transition of the electron from the energy level due to Siemann splitting, and this is corresponding to the transition µ0, central frequency. നമുക്ക് നടുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള µ0. ഇനി നമുക്ക് µ0 പ്ലസ് ഡെൽറ്റ µ0 എഴുതാം. µ0 പ്ലസ് ഡെൽറ്റ µ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ µ0യിൽ നിന്ന് ഒരു എനർജി ലെവൽ കൂടുതലുള്ള ട്രാൻസിഷൻ. അപ്പം ആദ്യം പോയത് എങ്ങോട്ടായിരിക്കണം? 1ൽ നിന്ന് പോയാൽ 2ലോട്ട് പോകണം, 0ൽ നിന്ന് പോയാൽ 1ലോട്ട് പോകണം, -1ൽ നിന്ന് പോയാൽ 0ലോട്ട് പോകണം. എന്നിട്ടാണ് ആ എനർജി ലെവൽ തിരിച്ചു വരുന്നത്. അപ്പം വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, µ0 പ്ലസ് ഡെൽറ്റ µ0 എന്ന് പറഞ്ഞാൽ താഴത്തോട്ടല്ല വരയ്ക്കേണ്ടത്, ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ +1 ലെവൽ പോകണം. അപ്പം 1 to +2 ഇവിടെ 1 എന്നാണെങ്കിൽ 2ലേക്ക്, 0യിൽ നിന്നാണെങ്കിൽ 1ലേക്ക്, -1ൽ നിന്നാണെങ്കിൽ 0യിലേക്ക്. ആൻഡ് ദ കറസ്പോണ്ടിങ് energy is emitted in the form of spectra. So the electron coming from the upper level to lower energy level. So these are the energy level corresponding to µ0 plus delta µ0, the increasing energy level. Now consider the minus level. That means 0 inaanengil -1 ഒരെണ്ണം കുറയും. That means µ0 minus ഡെൽറ്റ µ0. അപ്പോൾ 0ൽ നിന്നാണ് 1 കുറവ് -1, -1ൽ നിന്നാണ് 1 കുറവ് -2, 1ൽ നിന്നാണ് 1 കുറവ് 0. So these level we can draw like this: -1 to -2, then 0 to -1, then 1 to 0. The electron move from the P state to D state with minus delta µ0. ഒരു ലെവല് കുറവ്, -1ൽ നിന്ന് പോയി കഴിഞ്ഞാൽ -2ലേക്ക്. So the electron move from lower to upper energy level and it give back to the original level. So we get the spectra like this. So these are the energy level corresponding to, or the frequency corresponding to µ0 minus delta. So this is the explanation for the Siemann splitting. This is the in the absence of the magnetic field, and this is due to the presence of magnetic field. The energy levels are splitted, and the energy transition like this: µ0 or µ0 plus delta µ0 or µ0 minus delta µ0. ഇനി നമ്മൾക്ക് ഈ
ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണെങ്കിൽ അത് ന്യൂ സീറോയിൽ നിന്ന് ന്യൂ സീറോ പ്ലസ് ഡെൽറ്റ ന്യൂ സീറോയിൽ നിന്നും ന്യൂ സീറോ മൈനസ് ഡെൽറ്റ ന്യൂ സീറോയിൽ നിന്നും വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ന്യൂവിലുണ്ടായ വ്യത്യാസം എത്രയാണെന്ന് പഠിക്കണം. അപ്പൊ ന്യൂവിൽ എത്ര വ്യത്യാസം ഉണ്ടായെന്ന് പഠിക്കാൻ നമുക്ക് കണ്ടുപിടിക്കാൻ ആകെ എനർജി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂ കണ്ടുപിടിക്കും. E equal to h nu. So we are going to discuss about the energy. Let's consider E0 dash or E0 prime is represent the energy level of L is equal to 1. നമ്മൾ താഴെ വരച്ച സ്റ്റേറ്റിന്റെ ഈ സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് E0 പ്രൈം ആണെന്ന് ഇരിക്കട്ടെ. That is in the absence of magnetic field. In the absence of magnetic field. നിങ്ങളിപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ ആരോ ഇന്നോട്ട് വരച്ച് വെച്ച് എഴുതിയേക്കില്ല. E0 prime is the energy corresponding to the value L equal to 1 or the P state in the absence of magnetic field. Now, EB prime magnetic field കൊടുത്തപ്പം L1 ന് എന്ത് വ്യത്യാസം? So EB prime represent the energy level of L equal to 1 or P state in the presence of magnetic field. അപ്പോൾ നമ്മൾ പറയുന്നു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പം ഒരു ലാർമർ പൊസിഷൻ ഉണ്ടായി. ലാർമർ പൊസിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ എനർജിക്ക് വ്യത്യാസം വരും. അപ്പൊ ഈ ബി പ്രൈം എന്ന് പറയുന്നത് ഈ സീറോ പ്രൈമിനേക്കാൾ കൂടുതലായിരിക്കും. സോ ഈ ബി പ്രൈം ഈസ് ഈക്വൽ ടു ഈ സീറോ പ്രൈം പ്ലസ് ചേഞ്ച് ഇൻ എനർജി. എത്ര വ്യത്യാസം വന്നു? ഓർ ഡെൽറ്റ ഇ പ്രൈം എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഈ ഡെൽറ്റ ഇ പ്രൈമിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ നോക്കി. ഡെൽറ്റ ഇ പ്രൈമിന്റെ വാല്യൂ ഇന്ന് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഡെൽറ്റ ഇ പ്രൈം ഈസ് ഈക്വൽ ടു ഓർ ഡെൽറ്റ ഇ ഈക്വൽ ടു ബി ബൈ 2m എച്ച് ബൈ 2π എൽ കോസ് തീറ്റ എന്നായിരുന്നു. കണ്ടോ ഇക്വേഷൻ നമ്മൾ ചെയ്തെടുത്തത്. അതിനെ നമുക്ക് ബി ഇ എച്ച് ബൈ 4πm എന്ന് എഴുതാം. ഇൻറ്റു എൽ കോസ് തീറ്റാനെ എം എൽ എഴുതി കഴിഞ്ഞാൽ ഇത് ഡെൽറ്റ ഇ ആണ്. അപ്പൊ ഡെൽറ്റ ഇ പ്രൈം എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയി ഡെൽറ്റ അവിടെ എം എല്ലിനും പ്രൈം കൊടുക്കും. സോ ദിസ് ഇക്വേഷൻ ബിക്കം ഇ ബി പ്രൈം ഈസ് ഈക്വൽ ടു E0 പ്രൈം പ്ലസ് എം എൽ പ്രൈം ആദ്യത്തെ എം എൽ പ്രൈം ഇൻറ്റു ബി എച്ച് ബൈ 4π. That is equation number 1. ഇത് ആർക്ക് കറസ്പോണ്ടിങ് ആയതാ? L1. ഇതുപോലെ നമുക്ക് അതിന് അടുത്ത സ്റ്റേറ്റ് എഴുതാം. That E0 double prime is the energy corresponding to L equal to 2 or D state in the absence of magnetic field. And EB double prime is the energy corresponding to L equal to 2 in the presence of magnetic field. അങ്ങനെയെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം ഇ ബി ഡബിൾ പ്രൈം. ഇതിനെ നമ്മൾ ഡബിൾ പ്രൈം എന്ന് എടുത്താൽ E0 ഡബിൾ പ്രൈം പ്ലസ് എം എൽ ഡബിൾ പ്രൈം ഇൻറ്റു ബി എച്ച് ബൈ 4π. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സോ ചേഞ്ച് ഇൻ എനർജിയുടെ വാല്യൂ എത്രയായിരിക്കും? അപ്പം ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ? സോ ദ എനർജി റേഡിയേറ്റ്, so the energy radiated
in the presence of magnetic field, that is equal to EB double prime minus EB prime. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പൊ എങ്ങനെ വരും? E0 double prime minus E0 prime first term plus ML double prime minus ML prime into constant BEH by 4 pi. So, നമുക്കറിയാം, this is the energy change in the presence of magnetic field. So, I've written in terms of frequency H nu is equal to, in the absence of magnetic field, അതിന് നമ്മൾ H nu nu 0 എന്ന് കൊടുത്തു, plus change in ML, that is equal to delta ML into BEH by 4 pi. എല്ലാത്തിലും ഒരു H കോമൺ ആയിട്ടുണ്ട്. So our equation become nu is equal to nu 0 plus delta ML into EB by 4 pi m. അപ്പം തിരിച്ചിട്ടാ ടെക്സ്റ്റില് EB by 4 pi. That is equation number 3, or the final equation for the quantum mechanical approach by which the normal Zeeman effect is explained. So by this normal Zeeman effect, the frequency is changed like this, nu equal to, from താഴത്തെ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോവാണ്, ആ ലെവലിലെ ഫ്രീക്വൻസി പ്ലസ് ചേഞ്ച് ഇൻ ML into EB by 4 pi. Okay, where nu is the frequency in the presence of magnetic field, nu 0 is the frequency in the absence of magnetic field. ഇനി ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ ML വാല്യൂ ഏതൊക്കെ പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞേ. പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലോട്ട് പോകാമായിരുന്നു, പൂജ്യത്തിൽ നിന്ന് -1 പോകാമായിരുന്നു, പൂജ്യത്തിൽ നിന്ന് 1 പോകാമായിരുന്നു. സോ ദ സെലക്ഷൻ റൂൾ ഫോർ ദിസ് ഇക്വേഷൻ, ഡെൽറ്റ ML എന്ന് പറയുന്നത് 0 വരാം, 1 വരാം, -1 വരാം. So we can write it as delta ML equal to either 0 or delta ML equal to plus or -1. Also important, this is the selection rule for the frequency, or in terms of magnetic orbital quantum number, due to applying the magnetic field or by Zeeman splitting. So delta ML equal to 0 or delta ML equal to, നമുക്ക് വലതുവശത്ത് മുമ്പേ സ്പെക്ട്രം വരച്ച് കിട്ടിയത് +1 or delta ML equal to -1.